IFFK സിനിമാ വിലക്കിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. അടുത്ത വർഷം മേള നടക്കുമോ എന്നും മന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു. വിവാദങ്ങൾക്കിടെ IFFKയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ഇന്നും 4 സിനിമകളുടെ സ്ക്രീനിംഗ് മുടങ്ങി. വിമർശനങ്ങൾ ശക്തമായതോടെ 19 ചിത്രങ്ങളിൽ 4 അനുമതി നൽകി. അതേസമയം കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ റസൂൽ പൂക്കുട്ടി സ്ഥലത്തില്ലാത്തതിലും വലിയ വിമർശനമുയരുന്നുണ്ട്. ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവരാരെയോ ഭയപ്പെടുന്നു. ഇപ്പൊ പാലസ്തീൻ സിനിമകൾ കാണിക്കാൻ പാടില്ല. പാലസ്തീൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകൾ, ആ സിനിമകൾ കാണിക്കേണ്ടെന്ന് പറയുന്ന കാര്യം അടുത്ത പ്രാവശ്യം മേള നടക്കുമോ? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. അല്ല, ഇതിൻ്റെ അകത്ത് കാരണം മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു 4 സിനിമക്ക് അനുമതി തന്നപ്പോഴും എന്ത് കാരണങ്ങളാലും അത് ബാൻ ചെയ്തെന്നോ ഇപ്പോൾ എന്ത് കാരണത്താലും അത് തിരിച്ചു തരുന്നെന്നോ പറയുന്നില്ല. അതാണ് പ്രധാന കാര്യം. ഇപ്പോൾ ബീഫ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ അനുമതി തന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോൾ അമളി പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക്. കാരണം ബീഫ് എന്ന് അവരുദ്ദേശിച്ചത് ആ അർത്ഥത്തിലല്ല ശരിക്കും സിനിമയിൽ ബീഫ് എന്ന് പറഞ്ഞത്, ബീഫി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അപ്പോൾ ആ അമളി പറ്റിയതുകൊണ്ടാണ് അത് തിരിച്ചു തരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം സിനിമകളൊക്കെ തന്നെ അതിന് കാരണമില്ലാതെ ഈ സിനിമകളൊക്കെ എന്തുകൊണ്ട് പ്രദർശനാനുമതി നിഷേധിച്ചു എന്നുള്ളതാണ്. ബ്യൂറോക്രാറ്റിക് മാത്രമൊന്നുമല്ല, പൊളിറ്റിക്കലായിട്ടുള്ളതാണ്. ബ്യൂറോക്രാറ്റ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നൊരു കോമൺ സെൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഫൂൾസായിട്ടുള്ള ആൾക്കാരായിരിക്കണം. സുനിഷ ഇല്ലൂർ വിവരങ്ങളുമായി. സുനിഷ, ഇത്തവണത്തെ IFFK പലതരത്തിൽ പ്രതിസന്ധികൾ നേരിടുകയാണല്ലോ. സിനിമാ പ്രദർശനത്തിൽ വിലക്ക്, 4 സിനിമകൾ ഇന്ന് പ്രദർശിപ്പിക്കാനായിട്ടില്ല, ചെയർമാനെ കാണുന്നില്ല എന്നുള്ള മറ്റു പരാതി. എന്താണിപ്പോൾ നടക്കുന്നത്? അടുത്ത വർഷം സിനിമാ മേള നടക്കുമോ എന്നതിൽ കൂടി മന്ത്രി ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അതേ സ്മൃതി, ചില സിനിമകൾക്ക് വെട്ടുവന്നതോടുകൂടി ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ളൊരു സംശയമുണ്ട്, ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിലിപ്പോൾ 19 സിനിമകൾക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. പിന്നാലെ തന്നെ ഈ ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയവുമായി ചലച്ചിത്ര അക്കാദമി നിരന്തരമായി ബന്ധപ്പെടുകയും പിന്നാലെ നിലവിൽ ഇന്ന് രാവിലെയോടുകൂടി 4 സിനിമകൾക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു. ബീഫ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ തുടങ്ങി 4 സിനിമകൾക്കാണ് ഇത്തരത്തിൽ അനുമതി നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോഴും 15 സിനിമകൾക്കുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചലച്ചിത്ര അക്കാദമി ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയവുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. പക്ഷേ വിവിധ തരത്തിൽ ആളുകൾ ഈ സിനിമ കാണാൻ എത്തുമ്പോൾ തന്നെ അത് കാണാൻ കഴിയാത്തതിന്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കമൽ അടക്കം സംസാരിച്ചത് പ്രകാരം നേരത്തെ കൊൽക്കത്തയിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ സിനിമകളെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥിതി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരമൊരു നിലപാട് ഈ സർക്കാരും എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ വിലക്ക് മാറ്റിക്കൊണ്ട് ഇതെല്ലാം പ്രദർശിപ്പിക്കേണ്ട ഒരു സാഹചര്യം സർക്കാർ ഒരുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ശക്തമായി ഉയരുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഒരു വശത്ത് ഈ സിനിമകൾക്കുള്ള കടുംവെട്ടാണെങ്കിൽ മറ്റൊരു വശത്ത് ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെ കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് ഉയരുന്നത്. നേരത്തെ ഡോക്ടർ ബിജു സംവിധായകൻ രംഗത്ത് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അല്പസമയം മുമ്പ് സംവിധായകൻ കമലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് സ്വാഭാവികമായും IFFK നടക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ചുമതല വഹിക്കേണ്ടിയിരുന്നത്. പക്ഷേ റസൂൽ പൂക്കുട്ടി ഇപ്പോൾ മറ്റു ചില ആവശ്യങ്ങളുമായി, സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു ചില ആവശ്യങ്ങളുമായി ലണ്ടനിൽ തുടരുകയാണ്. ഏറ്റവും അവസാന ദിവസം മാത്രമാണ് ഈ ചലച്ചിത്ര മേളയിൽ പങ്കെടുക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കാണാത്തതിലും വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. സ്മൃതി, ശരി, സുനിഷ ഇല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.